വി കെ ദാമോദരൻ ഒരു ശാസ്ത്ര പ്രചാരകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രാഹിത്യ പ്രൊഫഷണൽ സംഘടനയിൽ അവസരം ഞാൻ വി കെ ഡി ആദ്യം കാണുന്നത് അതിൻ്റെ കോഴിക്കോടുള്ള വാർഷികത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ വാസ്തുവിൽ അന്ന് പരിഷത്തിൽ അംഗമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി കെ ഡി അന്ന് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്നത്തെ NIT, അവിടുത്തെ അധ്യാപകനായിരുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അധ്യാപകനായിരുന്നു. അന്ന് അവിടെ സജീവമായിട്ട് കുറച്ച് പേര് RECയിലെ കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ആ ഒരു സംഘം, അവരുടെ കൂടി നേതൃത്വത്തിലാണ് കോഴിക്കോട് അന്നത്തെ വാർഷിക സമ്മേളനം നടക്കുന്നത്. അപ്പം അതിൻ്റെ സംഘാടകൻ എന്നുള്ള രീതിയിലാണ് ആദ്യമേ വി കെ ഡി പരിചയപ്പെടുന്നത്. പിന്നീടാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മേഖല എന്നുള്ള തരത്തിൽ പീച്ചിയിൽ നടക്കുന്ന ക്യാമ്പ്, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് എങ്ങനെയാണ് ഈ പരിഷത്തിൻ്റെ ആ പീരീഡിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 70കളായപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് സമൂഹത്തിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശാസ്ത്രീയമായ പ്രഭാഷണങ്ങളുടെ തലം, എഴുത്ത്, ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കൽ, കുറേ കൂടി കഴിഞ്ഞപ്പോൾ പുസ്തകങ്ങളിലേക്ക് വരുന്നത്. ഇതിലൊക്കെ തന്നെ മുൻനിരയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു വി കെ ഡി. ഞാനൊക്കെ കാണുന്നത് എന്നേക്കാൾ കുറച്ചുകൂടി പ്രായം കൂടിയ ആളാണ്, കുറച്ചുകൂടി മുൻപേ പരിഷത്തുമായി അസോസിയേറ്റ് ചെയ്ത് വന്ന ആളാണ്. അതുകൊണ്ട് ഒരു ഗുരുസ്ഥാനീയനെന്ന് പറയുന്നില്ല, എന്നാലും അങ്ങനെയാണ്, ഒരു ചേട്ടൻ എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെയാണ് വി കെ ഡി കണ്ടുവന്നിരുന്നത്. പ്രൊഫസർ ദാമോദരൻ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വി കെ ഡി, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ പോളിമാത്ത് എന്ന് തന്നെ പറയാം. അക്കാദമികമായിട്ട് മാത്രം നല്ല അധ്യാപകനായിരുന്നു. വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട്. അതുപോലെ നല്ല പ്രഭാഷകനുമായിരുന്നു. ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. പിന്നെ അതിൻ്റെ മാർഗദർശിയായിട്ടൊക്കെ പ്രവർത്തിച്ചു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ നയിച്ചിരുന്നത് ശാസ്ത്രവും അറിവും എല്ലാം നമുക്ക് വ്യക്തിപരമായിട്ട് ഉയർച്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, ഇത് സമൂഹത്തിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരണം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായിരുന്നു. ആ ബന്ധവും അദ്ദേഹത്തിന് മാനസികമായിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൽ എത്തിച്ചത്. ശാസ്ത്രം ജനനന്മയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ശാസ്ത്രം എന്നതാണ് പരിഷത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ആ ഒരു ചിന്ത അദ്ദേഹത്തെ നയിച്ചു. ഞാനും പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഈ രംഗത്താണ് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായത്, അവസരങ്ങളും ഉണ്ടായത്. അപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ, അതിനേക്കാളുപരി ഈ വൈദഗ്ധ്യം നമുക്ക് സ്വന്തം മേന്മയ്ക്കോ ഉയർന്ന ഉദ്യോഗത്തിനോ ശമ്പളത്തിനോ ഉന്നത ജീവിതശൈലിക്കോ വേണ്ടിയല്ല, ഇത് ജനനന്മയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നുള്ള ഒരു ചിന്ത, ഇതെല്ലാമാണ് അദ്ദേഹത്തെ വളരെ ആകർഷകമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചത്. എനിക്ക് പരിചയപ്പെട്ടത് ഏതാണ്ട് 50 വർഷത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ തന്നെ പല പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനൊക്കെ തന്നെ മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. പിന്നീട് ഞങ്ങൾ വർഷങ്ങൾ വന്നതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തന മേഖലയും പരിചയ മേഖലയും മാറി വളരെ പുതിയ മേഖലകളിലേക്ക്, പ്രധാനമായിട്ടും എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ചെന്നു. ഈ എനർജി കൺസർവേഷൻ സൊസൈറ്റി, അദ്ദേഹം എനർജി കൺസർവേഷൻ സൊസൈറ്റി എന്ന സൊസൈറ്റി ഉണ്ടാക്കിയപ്പോഴും ഞാൻ അതിനൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം അതുപോലെ ആ സൊസൈറ്റിയിൽ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു പല വർഷവും, ഞാനും അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. എനർജി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ഫാക്ടറികളിൽ ഞങ്ങൾ എനർജി കൺസർവേഷൻ അവാർഡ്സിന് വേണ്ടി തന്നെ ഞങ്ങൾ ഒന്നിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഈ അവാർഡ് കൊടുക്കുന്നതിന് ഫാക്ടറികളിലൊക്കെ അവരുടെ എങ്ങനെ എൻ്റെ എനർജി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടും പല രീതിയിലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം എത്രമാത്രം അറിവ് അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് ഈ യാത്രയിൽ കൂടിയാണ്. എത്രമാത്രം ഒരു എന്താ പറയുക, ഒരു സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 50 വർഷം മുമ്പാണ് പ്രൊഫസർ വി കെ ദാമോദരൻ സാറിനെ പരിചയപ്പെടുന്നത്. സാറന്ന് പരിഷത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന അവസരങ്ങളാണ്.
അധ്വാനത്തിൻ്റെയും അറിവിൻ്റെയും കഴിവിൻ്റെയും മിടുക്കിൻ്റെയും എഴുത്തിൻ്റെയും കൂട്ടായ്മയുടെയും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ നട്ടെല്ല് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അയച്ചിരുന്ന ഒരു അവസരമാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് വിക്കിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഏതാണ്ട് 60 വർഷം കഴിഞ്ഞു അല്ലേ, 1976. ഞാനത് ഓർക്കുന്ന 76-77 വർഷങ്ങളുടെ പ്രസക്തി ഞാൻ ആവർത്തിക്കുന്നേയില്ല. ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുമ്പോൾ 93 അന്നൊന്നും എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ വന്നിട്ടില്ല. സാർ അന്നത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഓഫീസിൽ കറണ്ട് ചാർജ് ഭയങ്കര കൂടുതലാണ്, ലീക്കേജ് ഉണ്ടോ, ഒന്ന് എനർജി ഓഡിറ്റ് ചെയ്യണം. അന്നേരം എനർജി ഓഡിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ 94. അത് എനർജി കൺസർവേഷൻ ആക്ട് തന്നെ വന്ന് 2001. അന്നേരം അതിന് 6 വർഷം മുമ്പേ അല്ലെങ്കിൽ 7 വർഷം മുമ്പേ സാറ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് എനർജി ഓഡിറ്റ് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ സാറിനെ ക്ഷണിച്ചു. അന്നേരം ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഭാഗമായിരുന്നു ശരിക്കും ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. അന്ന് 96 ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വിങ് ആവണം എന്നുള്ളതാണ്. അവിടെ പ്യൂൺ ഉണ്ടാവേണ്ട, ക്ലാർക്ക് വേണ്ട, എല്ലാവരും ഒരു മൾട്ടി ടാസ്ക് മൾട്ടി ഓറിയൻറ്റഡ് ബേസിൽ ആണ് നമുക്ക് വേണ്ടത്. അന്നേരം സാറും അതേ ഐഡിയയാണ്. അന്നേരം ആ രീതിയിൽ സാറ് എല്ലാവരെയും എല്ലാ ജോലിയും ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ സാറ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും KSEB നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ആൾക്കാരെ സെലക്ട് ചെയ്തു. ആ കൂട്ടത്തിൽ ഞാനാണ് എൻജിനീയർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പ്രധാനമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് 80കളുടെ അവസാനത്തിലാണെന്നാണ് തോന്നുന്നത്. അതെ, 80കളുടെ അവസാനത്തിൽ. അന്ന് ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ചിലപ്പോൾ അത് ആ അർത്ഥത്തിൽ ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് ഈ ഗ്വാളിയർ റയൺസിൽ സമരം നടക്കുക, വളരെ അതിശക്തമായ രീതിയിലുള്ള സമരം. 2 രീതിയിലുള്ള സമരം നടക്കുന്നുണ്ട്. ഒന്ന്, പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ചാലിയാർ പുഴ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം, KR റഹ്മാനും അവരൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സമരം. മറ്റൊരു ഭാഗത്ത് A വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ഫാക്ടറി തുറക്കണം എന്ന് പറഞ്ഞ സമരം. അപ്പോൾ ഒരു ഭാഗത്ത് ഫാക്ടറി അടക്കണം, ചാലിയാർ പുഴ സംരക്ഷിക്കണം എന്ന രീതിയിൽ റഹ്മാനിക്കയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള സമരം. ഇപ്പുറത്ത് വാസുവേട്ടനും കൂട്ടരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സമരം. കുറച്ച് റാഡിക്കൽ പൊസിഷനായിരുന്നു അത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് KT രാമമോഹൻ എന്ന് പറയും, അദ്ദേഹം ഞങ്ങൾ ഈ സമരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. കാരണം ഇത് 2 ഓപ്പോസിങ് ആണല്ലോ. ഒരു ഭാഗം പറയുന്നു ഫാക്ടറി തുറക്കണം, മറ്റൊരു ഭാഗത്ത് പറയുന്നു അല്ല, ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ ചാലിയാർ പുഴ ഇപ്പോൾ തന്നെ മലിനമാണ്, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇങ്ങനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റാണത്. ആ സമയത്താണ് ബേസിക്കലി ഞങ്ങൾ പഠനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്താണ് ദാമോദരൻ സാറിനെ ഒന്ന് പോയി കാണുന്നത്, സംസാരിക്കുകയും ചെയ്യുന്നത്. റെസ്പെക്റ്റിൽ നിന്ന് റെഫറൻസിലേക്ക് ഒരു ജേണിയാണ് എനിക്ക് അദ്ദേഹത്തിന്. ആദ്യം ഒരു വളരെ സിമ്പിൾ പരിസ്ഥിതി പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. ഞാൻ എൻ്റെ വളരെ ജൂനിയർ ഡേയ്സിൽ IMGയിലൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ഒരു പൊതുവെ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ പറ്റി ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ അത് ഒരു വളരെ എനിക്കൊരു 4-5 വർഷം സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. കേരളത്തിന് ഭാവിയിൽ അതേ ക്ലാസ്സിലെ അതേ കാര്യങ്ങളല്ലെങ്കിലും ആ ഒരു ഓവർ വ്യൂ കേരളത്തിൻ്റെ എക്കോളജി എൻവയൺമെൻറ്റിനെ പറ്റി അതിൽ നിന്ന് എനിക്ക് കിട്ടി. സാറിൻ്റെ പ്രൊഫഷണൽ ജീവിതം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കണക്കും സാറിൻ്റെ ഇൻകം ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ഇടപെടാറുള്ളത്. മറ്റതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് അതിലില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോഴേ സാറ് പറയുന്നത് സാറ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കും. ആർക്കൊക്കെയാണ് സാറ് പ്രോജക്റ്റ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എന്താണ് ആ പ്രോജക്റ്റ്, ഏതൊക്കെ സംഘടനകൾക്കാണ് സാറ് സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ പറയാറുണ്ട്. അത് പറയുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സാറ് സ്ഥലത്തില്ലായിരുന്നല്ലോ, എവിടെ പോയിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് സാറ് സാറിൻ്റെ സാമൂഹികമായ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും.
കെ ദാമോദരൻ സാർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ്, ഒരു ശാസ്ത്രജ്ഞൻ, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ചേരും. പ്രധാനമായിട്ട് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഊർജ്ജ സംരക്ഷണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ മുഖ്യശില്പി തന്നെ സാറാണ് ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ. എന്നിട്ട് അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിട്ട് വന്നു. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ, നാട്ടിലെത്തിയിട്ടില്ലാത്ത പുത്തൻ ആശയങ്ങൾ, പുത്തൻ സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, ഊർജ്ജ സംരക്ഷണ മേഖലയിലുള്ള നയരൂപീകരണം, ഇവയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് സാറിൻ്റെ ഒരു കയ്യൊപ്പെന്ന് പറയുന്നത്, അദ്ദേഹം നൽകിയ ദിശാബോധം, അത് നിന്നും ഞങ്ങൾ തുടരുന്നു എന്ന് പറയുന്നത് ഒരു പീപ്പിൾ സെൻട്രിക് ആണെന്നാണ്. ഒരു ജനകീയമായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി പൊതുജന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിപാടി. അതാണ് ഇന്നും നമ്മളെ മറ്റ് സംസ്ഥാന നോഡൽ ഏജൻസികൾ ഈ ഊർജ്ജ സംരക്ഷണത്തിന് അവയിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബന്ധം, ഞങ്ങൾക്ക് കെമിസ്ട്രി അധ്യാപകനായിരുന്നല്ലോ, പഠിച്ചതും പഠിപ്പിച്ചതും വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടുവരുന്നതുമാണ്. അവിടെ ഞാൻ 1000-ലധികം തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 100-ലധികം തവണ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ബന്ധങ്ങളാണ്. കുട്ടികൾക്കത് അറിയാവുന്നത് ഞാൻ ആവർത്തിച്ചു പോകണേ. ഇലക്ട്രോവലൻ്റ് ബോണ്ട്, കോവലൻ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധമാണ്. ഈ ബന്ധങ്ങളെക്കുറിച്ച് എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ PTBയിൽ നിന്നും VKDയിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠം എന്തെന്ന് ഒറ്റ വാചകത്തിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ: ഹ്യൂമൻ ബോണ്ടാണ്. 1000 തവണ ഞാൻ ക്ലാസ്സുകളിൽ ആവർത്തിച്ച ആ ഇലക്ട്രോവലൻ്റ്, കോവലൻ്റ്, കോർഡിനേറ്റ് ബോണ്ടിനെക്കാട്ടിലും പ്രപഞ്ചം എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല വാക്ക്. പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ബന്ധം ഏതെന്ന് വെച്ചാൽ ദി സ്ട്രോങ്ങസ്റ്റ് ഈസ് ഹ്യൂമൻ ബോണ്ട്. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ സ്റ്റീൽ, ലെറ്റ് ഇറ്റ് ബി എനി അതർ മെറ്റൽ ഓർ മെറ്റീരിയൽ. അതിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ പഠിച്ചത്, എന്നെ പഠിപ്പിച്ചു എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത്. PTBയിൽ നിന്നും, PTBയുടെ ശിഷ്യനായ VKDയിൽ നിന്നും, അവരുടെ 2 പേരുടെയും ശിഷ്യനായ ഞാൻ അവരിൽ നിന്നും പഠിച്ചത് ആ മനുഷ്യബന്ധമുണ്ടല്ലോ. സർവോപരി ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന ആ മനുഷ്യബന്ധമുണ്ടല്ലോ, സ്നേഹബന്ധമുണ്ടല്ലോ, ആ ഹ്യൂമൻ ബോണ്ടാണ്. ഹ്യൂമൻ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ബോണ്ട്. ഇതാണ് അവരിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഈ ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പേർട്ട് നോളജ് വെച്ചിട്ട് നമുക്ക് പ്രബന്ധങ്ങൾ എഴുതാം, പുസ്തകങ്ങൾ എഴുതാം, മറ്റ് അവാർഡുകൾ സ്വീകരിക്കാം. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഒരു ഏജൻസി എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ സമൂഹമായിട്ട് നിരന്തരം സ്മരിക്കേണ്ട ഒന്നല്ലേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ധാർമ്മിക ബോധം, അത് അദ്ദേഹം ജനിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പോയിട്ടൊരു ക്ലാസ് എടുക്കുമ്പോൾ സാറിന് ഇത്രയും ക്വാളിഫിക്കേഷനുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു, ലോകപരിചയം ഇത്രയും വളരെ കൂടുതലാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സാറിൻ്റെ ഹയർ അതോറിറ്റി നേരെ ഇങ്ങ് താഴെ വരും, ഒരു കുട്ടിയാവും. സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാർ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആയിട്ട് ഒരു യോഗത്തിൽ പോവുകയാണെന്നുണ്ട്, അതേ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും കുട്ടികളുടെ യോഗത്തിൽ കാണിക്കുന്നതും, അത് തന്നെ ആയിരിക്കും ടെക്നോക്രാറ്റ്സിൻ്റെ യോഗത്തിൽ കാണിക്കുന്നതും, അത് തന്നെ ആയിരിക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ കാണിക്കുന്നതും. പക്ഷേ ഡെലിവറിയും പ്രസൻറ്റേഷനും വളരെ വ്യത്യസ്തമായിരിക്കും. കേൾക്കുന്ന ആളിന് എന്താണോ നമ്മൾ പറയേണ്ടത് അത് വളരെ കൃത്യമായിട്ട്, കുട്ടികളുടെ യോഗത്തിൽ 40 മിനിറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ടെക്നോക്രാറ്റ്സിൻ്റെ യോഗത്തിൽ 15 മിനിറ്റ് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ക്രക്സ് അത് അവർക്ക് എന്തറിയണം. അതേ സാധനം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ മേധാവികളുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് 3 മിനിറ്റ് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്നത്. പക്ഷേ അതെന്താണ് പറയേണ്ടത്. അപ്പോൾ വളരെ ആപ്റ്റായിട്ട് കാര്യങ്ങൾ കേൾക്കുന്ന ആളിന് എങ്ങനെ ആയിരിക്കണം, അയാളുടെ ഷൂവിൽ നിന്ന് ചിന്തിച്ച് അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കഴിവാണ്. വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടേ കാര്യങ്ങൾ പറയത്തുള്ളൂ. വെറുതെ ഒരു ഇംപ്രഷൻ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി കൊണ്ടോ സംസാരിക്കത്തില്ല. എല്ലാം ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്. പിന്നെ അത് ഒരു വളരെ സൗമ്യമായിട്ട് ഒരു ഡയലോഗിലാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നു, എനിക്കറിയാം, ഒരു ഭാവവും ഇല്ല. അപ്പോൾ നമ്മളത് കേട്ടുപോകും. പിന്നെ ആ പറയുന്ന രീതിയുണ്ടല്ലോ, ശൈലിയും രീതിയും അതിൻ്റെ കണ്ടൻറ്റും നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. അപ്പം ഇതിൽ ഒരു വലിയ കാര്യമുണ്ട്.
പിന്നെ ഇത് എങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ ഭരണ സംവിധാനം നന്നായിട്ട് അറിയാം. അതാണ് അത് വലിയൊരു സയൻറ്റിസ്റ്റിന് പലർക്കും അത് അറിയാനുള്ള അവസരം കിട്ടത്തില്ല. അപ്പോൾ അദ്ദേഹം KSSP വഴി അവസാനം സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു യുണീക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു പക്ഷേ ഓൾ ടൈം ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദ ഗ്രേറ്റ്സ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിൽ ഒരു സയൻറ്റിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ, ഞാനൊരു ഫുൾ ടൈം അഡ്മിനിസ്ട്രേറ്ററാണ്, സയൻറ്റിസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററെ കാണുന്നത് വളരെ റെയറാണ്. അങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം നമ്മുടെ സംവിധാനം, നമ്മുടെ പോളിറ്റിക്സ്, നമ്മുടെ ഭരണ സിസ്റ്റംസ്, ഇതിലൊക്കെ ഒരു ആശയം എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അതിനും പുറമെ അദ്ദേഹം ഈ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ചൈനയിലും ആഫ്രിക്കയിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളുണ്ട്, അവിടെ കിട്ടുന്ന പ്രായോഗിക അറിവുകളുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ലോകത്ത് മറ്റ് വിദഗ്ധ സംഘങ്ങളുമായിട്ടും വിദഗ്ധരുമായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഈ വിവരങ്ങൾ കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടത്തുന്ന സംഘടനകളുമായിട്ടും വ്യക്തികളുമായിട്ടും അദ്ദേഹം പങ്കിടും. അപ്പോൾ VKD പ്രക്ഷോഭത്തിൽ പോയില്ലെങ്കിലും നമ്മളൊരു സംഗതിയിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന സമയത്ത് VKDയുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. VKDയുടെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ പ്രക്ഷോഭങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നതിനും വെറുതെ ബഹളം ഉണ്ടാക്കുകയല്ല, നമ്മൾ ഇതിൻ്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, മറ്റ് സമൂഹങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതെന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം, ഇത്തരം കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി കൂടുതൽ അറിവോടുകൂടിയുള്ള ഉദ്ബുദ്ധമായ ഒരു സംഘടനാ പ്രവർത്തനം സാധ്യമാക്കുന്നതിന് VKDയുടെ സഹായം ഉണ്ടായിരുന്നു. അത് ആയിരുന്നു VKD ചെയ്ത ഒരു വലിയ കാര്യം. അതുപോലെ തന്നെ IEEE ബന്ധപ്പെട്ട് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെ അന്താരാഷ്ട്ര സംഘടനയാണ്. അതിലും വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു, ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. ഏത് സംഘടനയിൽ തൊട്ടിട്ടുണ്ടോ അതെല്ലാം പൊന്നാക്കിയിട്ടുണ്ടെന്ന് നമ്മളൊരു സാധാരണ കക്ഷി പറയുമല്ലോ. അതുപോലെ അദ്ദേഹമായിട്ട് ബന്ധം പിന്നെ ഈ രാജീവ് ഗാന്ധി ഇതിലുണ്ടായിരുന്നു, ടെക്നോളജിയിലുണ്ടായിരുന്നു, പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ടായിരുന്നു, പിന്നെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു, അനർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ IRTCയുമായിട്ടും ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സംഘടനകളിലെല്ലാം ഇപ്പോൾ എവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ പറ്റി എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നൊരു കാര്യമാണ്. ആയിരത്തി 1977 ശാസ്ത്രാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണ പരിപാടി തുടങ്ങുന്നത്, സ്വന്തമായിട്ട് പ്രസിദ്ധീകരണങ്ങൾ. ആ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്താണ്, അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ നല്ല പങ്ക് പ്രസിദ്ധീകരണങ്ങൾ പിൽക്കാലത്തുണ്ടായത് കോഴിക്കോടായിട്ടാണ്. വിജ്ഞാന ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ എന്തുകൊണ്ടൊക്കെ തന്നെ ആദ്യം രൂപപ്പെടുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള VKD ആയിരുന്നു. വിജ്ഞാന ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര കൗതുകം, അങ്ങനെ ഒരു സെറ്റ് പുസ്തകങ്ങൾ ഞങ്ങൾ പതുക്കെ രൂപപ്പെടുത്തിക്കൊണ്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിലാണ് ഇടപെടുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയമാണ് കെമിസ്ട്രിയാണ്, അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് ആണ്, വേറെ ഫിസിക്സുകാരുണ്ട്. ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഈ കാര്യങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർക്കാനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് വേറെ സമയമൊന്നുമില്ലല്ലോ, കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ കിട്ടുന്ന സമയത്താണ് നമ്മൾ കൂടുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു തലത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുണ്ട്. ഒന്നിച്ച് രാത്രിയാകുമ്പോൾ തട്ടുദോശ തിന്നാൻ പോവുക, അതുപോലെ തന്നെ കണ്ട ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ച് വിരിച്ച് വീണ്ടും വന്നിരുന്നത് അല്ലേ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു തന്നെ റിലേഷൻഷിപ്പ്. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെവർ ഫോർമൽ. എന്നോട് മുഖത്ത് നോക്കി തന്നെ അല്പം ഗൗരവത്തിലും സ്നേഹത്തിലും കൂട്ടിക്കലർന്നുകൊണ്ട് പറഞ്ഞു, CP അധ്യാപകനെ സമ്മതിച്ചു, CP പഠിപ്പിക്കുന്നുണ്ട് സമ്മതിച്ചു, വായിക്കുന്നുണ്ട്, ബുക്കുകളൊക്കെ പരിഷത്തിൻ്റെ എല്ലാ ബുക്കും ഞാൻ വാങ്ങും. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം. അന്നത്തെ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം മുമ്പ് VKD എഴുതിയ ബുക്കുകൾ വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്വഭാവമുള്ളൂ. പക്ഷെ ഞാനങ്ങനെ എഴുതാറില്ല. ഞാൻ എഴുതണമെന്ന് പറഞ്ഞു എഴുതിപ്പിച്ചൊരു ബുക്കാണ് മധുരം അതിമധുര രസം, മധുരം അതിമധുരം രസതന്ത്രം. ഓർക്കുമ്പോൾ തന്നെ ഞാൻ സെൻറ്റിമെൻ്റലാണ്. മധുരം അതിമധുരം രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവാർഡ് കിട്ടിയ ബുക്കിന് കുട്ടികൾ വാങ്ങി വായിച്ചു. ഒരുപാട് പേര്
ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ബുക്കാണ്. ആ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ തന്നെ പലർക്കും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പഠിപ്പിച്ചിരുന്നും കൂടിയാണ് ആ കുട്ടികളുടെ ഭാഷയിൽ ലളിതമായിട്ട്. ആ ബാലസാഹിത്യത്തിൻ്റെ 1-2 അവാർഡുകളും കിട്ടി. വളരെ നിസ്സാരമില്ലായിരുന്നു, ആദ്യം വലിയ പേജൊന്നുമില്ല. അങ്ങനെ ക്രമേണ എഴുത്തിലേക്ക് വരികയാണ്. ചെറിയ ലേഖനങ്ങൾ എഴുതി, 2-3 പുസ്തകങ്ങൾ എഴുതി, ഒക്കെ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് എഴുതി. എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് ആയിരിക്കും. അന്നേരം പിന്നെ ഇന്നിപ്പം പുതിയ തോറിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വെച്ചിട്ട് നമ്മൾ പവർ ജനറേഷൻ കൊണ്ടുവന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് കറക്റ്റായിട്ടത് പറയാൻ പറ്റും. സാറ് പറയും ഇന്ന റേറ്റിംഗ് ഉള്ള തോറിയം റിയാക്ടേഴ്സ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇതാണ്, ഇത് നമ്മൾക്കിപ്പം കേരളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറയും. അന്നേരം ആ രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജുള്ള ഒരു മനുഷ്യനായിരുന്നു ശരിക്കും സാറ്. അദ്ദേഹത്തിന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരായിട്ടും നിരന്തരം സംസാരിക്കാൻ കഴിയുക, സംവദിക്കാൻ കഴിയുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ റേഷണാലിറ്റി അതുണ്ടല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ റേഷണാലിറ്റിയാണ് സമൂഹത്തെ ആധുനികമാക്കുന്നത്. പലപ്പോഴും ഒരു സമൂഹം ആധുനികമാകാതെ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വീഴ്ചകളാണ്. അങ്ങനെ അതിന് ഒരു തടയിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതവും സമൂഹത്തിലുള്ള പൊതുവായിട്ടുള്ള ജീവിതവും എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും. അത് എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക പ്രകാശം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സയൻറ്റിസ്റ്റ്, ആക്ടിവിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റർ, എൻവയറമെൻ്റലിസ്റ്റ് എല്ലാം കമ്പൈൻ ചെയ്ത ഒരു നല്ല പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്ത വ്യക്തിയാണ്. മറ്റേ പലർക്കും ഏതെങ്കിലും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് അങ്ങനെ അല്ല, ഒരു ഹാർമണൈസ് ചെയ്ത് ഈ പല ഫാസറ്റ്സ്, അതാണ് ഒരു വലിയ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ, അങ്ങനെ കമ്പൈൻ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ തന്നെ ഐ വാസ് വെരി പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്. അത് ഒരു 5-6 മാസത്തിന് മുമ്പാണ് ഞാൻ അദ്ദേഹം ഒരു കുട്ടിയെ അതേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എനിക്ക് വേറൊരു ഫ്രണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ കുട്ടി ഇവിടെ വന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞ് തിരുവനന്തപുരത്ത് വന്നത് തന്നെ VKD പറഞ്ഞിട്ടാണ്. ആ കുട്ടി മലപ്പുറത്തെ കുട്ടിയാണ്, ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ആ കുട്ടിക്ക് IFS ആകണമെന്നൊരു ഭയങ്കര ആഗ്രഹം. ഒരു എക്സ്ട്രോർഡിനറി ബ്രൈറ്റ് കുട്ടിയാണ്, ചിലപ്പോൾ TV യിലൊക്കെ വരുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ വിളിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞാൽ ഞാനിപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ വളരെ സൈലൻ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കുട്ടിയെ കണ്ട് അതിന് വലിയ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ചെയ്യുന്നില്ല, ചില ഉദ്യോഗസ്ഥർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പലരും വലിയ വലിയ പോസ്റ്റും എല്ലാം ആഗ്രഹിച്ച് പോകുന്നെങ്കിലും വളരെ മീനിങ് ഫുള്ളായിട്ട് സൊസൈറ്റിയിൽ ചെയ്യും. പിന്നെ പലരും വിചാരിക്കും നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നതെന്നല്ല, നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പക്ഷെ ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉള്ളത് ചെയ്യാൻ കഴിയും. ഒരു സമയം സാർ വെറുതെ ഇരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. സാറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനമല്ല. യാത്ര എന്ന് പറയുന്ന സാർ ഇന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നാൽ അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് പോകും. ഞാനെപ്പോഴും പറയും സാറിനെ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലായിരിക്കും പോയിരിക്കുന്നതെന്ന് പറയും. പാസ്പോർട്ട് അതുപോലെ സാറിൻ്റെ കയ്യിൽ തന്നെ എത്ര പാസ്പോർട്ട് ഉണ്ടെന്ന്, ആ പാസ്പോർട്ടിൻ്റെ വോള്യൂംസ് അത്രത്തോളം വിദേശയാത്ര നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് സാറ്. ഇപ്പോൾ ചൈനയെക്കുറിച്ച് സാറ് കാര്യങ്ങൾ പറയും. ഇപ്പോൾ അതിനുശേഷം ആഫ്രിക്കയിൽ കുറേ നാൾ സാറ് UN പ്രോജക്റ്റുകളുണ്ടായിരുന്നു, അവിടെ കെനിയയുടെ കാര്യങ്ങൾ പറയും, ആഫ്രിക്കയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ കാര്യം. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വിവരവും ഇൻഫർമേഷനും നമുക്ക് നൽകുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചൈനയിൽ പോയി, ഇപ്പോൾ ചൈനയിൽ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന്, ജപ്പാനിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് ഈ സാറിൻ്റെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പുസ്തകം 2-3 പുസ്തകം വായിക്കുന്നതിനേക്കാളും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ വളർച്ചയിൽ സാർ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഒരേ സമയം ശാസ്ത്ര സാങ്കേതിക കമ്മ്യൂണിറ്റിയിലൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനകത്തുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡിസിഷൻ മേക്കേഴ്സായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, ഇതൊക്കെ നമുക്ക് നല്ലൊരു അനുഭവമാണ്. ഞാൻ അനർട്ടിൽ പോയ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ EMCയുടെ നേതൃത്വത്തിലിരിക്കുമ്പോഴും വലിയൊരു അനുഭവ പാഠമാണ് ഈ പ്രത്യേകിച്ച് യാത്രകളിൽ കൂടി കിട്ടിയിരിക്കുന്ന അഡ്വൈസും ഉപദേശങ്ങളും. നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങൾ നമ്മൾ നേടി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത് വലിയൊരു ഊർജ്ജമാണ് കിട്ടുന്നത്.
ആ ഊർജം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഒരു സമയത്ത് കാണുന്നത്. അത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലായാലും ഒരു കോൺഫിഡൻസ്, അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സ്വന്തം ആളുകളോട് എനിക്ക് സംസാരിക്കാൻ കൂടുതൽ വിഷയങ്ങളുണ്ടല്ലോ, ഇല്ലേ, അവരോട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ ആ ഒരു റിഫ്ലക്ഷൻ കാര്യമായിട്ട് കാണാൻ പറ്റിയിരുന്നു. അതൊരു എൻറിച്ച്മെൻ്റാണ്, ദാറ്റ് ഈസ് ഒരു എംപവർമെൻ്റാണത്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനും സാറും കൂടെ ആഫ്രിക്കയിലെ കുറേ പോയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ഈ സാറ് MD ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളവിടെ ഇത് ചെയ്യാറുണ്ട്. അന്നേരം അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ അവിടുത്തെ ബുദ്ധിമുട്ടുമ്പോൾ രഞ്ജിനി ആൻറ്റി നമുക്ക് ചോറും എല്ലാം വെച്ച് തരുന്നത്. അവരുടെ ഫുഡ് അത്രയും കൊണ്ട് പറ്റത്തില്ല. അന്നേരം അത്ര ഒരു റിലേഷനാണ് ശരിക്കും പറഞ്ഞാൽ. എനർജി കൺസർവേഷൻ അവാർഡിൻ്റെയൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് കണ്ണൂർ വരെ പോകും. സാറിൻ്റെ കൂടെ ഒരുപാട് ദൂര യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ട് ആണ് ഈ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പ്ലാനിങ് വളരെ മെറ്റിക്കുലസാണ്, വളരെ പ്രോപ്പറാണ്. ആ പ്ലാനിങ് കൃത്യമായി ആകുകയും അത് നമ്മൾ കൂടെയുള്ള ടീമിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എണ്ണയിട്ട മെഷീൻ പോലെ അങ്ങ് ഓടിക്കോളും. യാത്രയിൽ സാറ് രാവിലെ 5 മണിക്ക് ഇവിടെ തിരിച്ചാൽ ഇന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കണം എന്ന് സാറ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ചിട്ടയാണ്. സമയത്തിന് ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ്. അത് സാറ് മാത്രമല്ല കൂടെ ഉള്ളവരെയും സാറ് കഴിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് കാപ്പി കുടിക്കും. അത് കഴിഞ്ഞ് അഥവാ കൊല്ലത്ത് കാപ്പി കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആലപ്പുഴ ആയിരിക്കും കാപ്പി കുടിക്കുന്നത്, തൃശ്ശൂരായിരിക്കും ഊണ് കഴിക്കുന്നത്. അങ്ങനെ ഒരു വളരെ സിസ്റ്റമാറ്റിക് യാത്രയിൽ ഒരിക്കലും നമുക്ക് വിശപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയില്ല സാറിനോട് ഒപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കൽ സാറ് ചൈനയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളെപ്പോഴും കാണാറില്ലല്ലോ. സാറ് ഒരു ദിവസം സാറിൻ്റെ വീട്ടിൽ പോയി, സാറേ ഞങ്ങളെന്താ ചൈനയിലേക്ക് കൊണ്ടുപോകണം, ഒരു ദിവസം ഞങ്ങളും ചൈനയിലേക്ക് വന്നോട്ടെ. എന്നോടൊരു വാക്കിൽ ചോദിച്ചുള്ളൂ, ഷെഫിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ, ബേബിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ. പിന്നെ ഇന്ന് തമാശയുടെ ഗുണത്തിലാണ് പറഞ്ഞത്. ഞാൻ ഓർമ്മകളിൽ വരികയാണ്. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണം, ഷെഫി നമുക്ക് 2 മാസത്തിനുള്ളിൽ പോകണം കേട്ടോ, ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ഞെട്ടലോടുകൂടി കേൾക്കുക എന്ന് നമ്മൾ പറയില്ല, ഇടിവെട്ട് കേൾക്കുക എന്ന് പറയുന്ന പെട്ടെന്ന് ഇടിവെട്ടുമ്പോഴൊക്കെ ഉള്ളതൊരു ഇതില്ലേ. ചൈനയിലേക്ക് പോവേ വിളിക്കുക, നമ്മളന്ന് പറഞ്ഞതാണ്, സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് പറഞ്ഞതാണ്. ഈ 100 കൂട്ടം തിരക്കിൻ്റെ ഇടയിലും സാറിൻ്റെ തിരക്കുകളും ദുരിതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നോട് പറയാണ് 2 മാസത്തിനുള്ളിൽ ശരിയാവണം, എല്ലാം തയ്യാറെടുത്തോളാം. ഒരു മാസം കൂടിയും പറഞ്ഞപ്പോൾ ഏതാണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിളിക്കണം, നമ്മൾ ഇന്ന ദിവസമാണ് പോകണം, എല്ലാം ശരിയായിട്ടുണ്ട്, നമുക്ക് പുറപ്പെടാം, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചൈനയിൽ പോയിട്ടുള്ളതാണ്. ഇത്രയും വീടുകാർ എത്ര പേരുണ്ട്, ഞങ്ങൾ 7 കുടുംബക്കാരാണ്. സാറിൻ്റെ കൂടെ സഹപ്രവർത്തകൻ ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ ബേബി. 10-15 ദിവസം ചൈന മുഴുവനും കാണണം. ആകെ അന്നൊരു തമാശയ്ക്കൊരു മോഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞാണ്, എനിക്ക് ആ വൻമതിലിൻ്റെ മുകളിൽ വൻമതിലിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാൻ ചന്ദ്രനിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ആകെ കാണുന്ന ചൈനയിലെ വൻമതിലാണെന്നൊക്കെ സാറേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്വിസിന് ചോദ്യങ്ങളൊക്കെ അതൊന്നുമല്ല, തന്നെ വൻമതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ വൻമതിലാണ്. അതിൻ്റെ സാറിൻ്റെ കൂടെ ഞങ്ങളെ സാറ് കൂട്ടിക്കൊണ്ടുപോയി 14 ദിവസം സാറിൻ്റെ ഒപ്പം ചൈന മുഴുവനും നടന്ന് കണ്ടു. ആ നിസ്സാര കാര്യത്തിനൊരു നിസ്സാര രീതിയിൽ സംസാരിച്ച് എൻ്റെ ആ വാക്ക് പാലിക്കുന്നതിൻ്റെ, ആ സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സന്മനോഭാവത്തിൻ്റെ ഞാൻ വീണ്ടും ആവർത്തിക്കണം. മാനുഷാദ് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. ആ സ്മരണയ്ക്ക് മുമ്പിൽ എന്നും ഓർക്കാത്ത ദിവസങ്ങൾ കുറവാണ്. ഓർക്കുമ്പോൾ ഓർക്കാതിരിക്കാൻ തോന്നും, ഓർക്കാതിരിക്കുമ്പോൾ ഓർത്തു പോകും. ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ.
ആ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പ്രൊഫസർ വി കെ ദാമോദരനായിരുന്നു. 1996 വൈദ്യുതി മന്ത്രിയായി കുറച്ചു കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. നമ്മുടെ നാട് കാണുന്നതിനപ്പുറമുള്ള അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ പ്രൊഫസർ വി കെ ദാമോദരനുണ്ടായിരുന്നു. ഞങ്ങൾ ചില കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ അതീവ ആദരവോടെയാണ് വി കെ ഡിയെ സമീപിക്കുന്നത് കണ്ടിരുന്നത്. ചെറുകിട ജലവൈദ്യുത പദ്ധതി രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചൈനയുമായുള്ള സഹകരണം വഴിവെക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ളൊരു ഇടപെടൽ ആ കാലത്ത് നടത്തിയിരുന്നു. അതിലെല്ലാം മുഖ്യ പങ്ക് തന്നെ വി കെ ഡി വഹിച്ചിരുന്നു. ജനകീയ ശാസ്ത്ര മുന്നേറ്റത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നല്ല പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ആ രീതിയിൽ ഉയർത്തിയെടുക്കുന്നതിലും വി കെ ഡി വഹിച്ച പങ്ക് കുറച്ച് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയ തോതിൽ ഉള്ള നഷ്ടമാണ് ശാസ്ത്രലോകത്തിനും കേരളീയ പൊതുസമൂഹത്തിനും പ്രൊഫസർ വി കെ ദാമോദരൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നല്ല ഇതായിട്ടാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. സത്യത്തിൽ എല്ലാവർക്കും അതിശയല്ലേ ഒരു കംപ്ലൈൻറ്റ്. പിന്നെ എവിടെയെങ്കിലും പോവാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സിനിമയ്ക്ക് പോവാ പുറത്ത് പോവാന്നൊക്കെ പറയുമ്പോൾ അത് കൂടെ വരും. എനിക്കൊരു സാരി വാങ്ങലും വരെ കൂടെ വരും. എല്ലാറ്റിനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അസൂയപ്പെടാൻ പറ്റുന്ന ജാതിയുള്ള ലൈഫായിരുന്നു ഞങ്ങളുടെ ലൈഫ്. വഴക്കും ഒന്നുമില്ലാതെ അങ്ങനെ. അത് ചിലതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് വാശി പിടിക്കുന്ന സ്വഭാവം എനിക്കും ഇല്ല. അത് വേണമെന്ന്. അപ്പം അല്ലാതെ ഒരു കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക സ്മൂത്ത് ലൈഫായിരുന്നു. അത് ഞങ്ങളെ പരിചയപ്പെട്ട ആരോട് ചോദിച്ചാലും അങ്ങനെയാണ്. പിന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാറ് സാമർത്ഥ്യമുണ്ട്. നമുക്കത് അതിശയാവും അതെങ്ങനെ ആക്കി. എല്ലാവരും നല്ലോണം തന്നെയാണ്. ആർക്കും അങ്ങനെ ചീത്തയായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല ലൈഫായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ തന്നെ സന്തോഷമായിട്ട്. ഇടയ്ക്കൊക്കെ ടെൻഷനൊക്കെ വരുമല്ലോ, എന്തെങ്കിലും ഓഫീസിലെ കാര്യമൊക്കെ വരുമ്പോൾ ടെൻഷൻ ഇടയ്ക്കൊക്കെ. ദൈവാധീനങ്ങളൊക്കെ അത് തരണം ചെയ്യും സ്വന്തം കഴിവിൽ. പക്ഷെ ഇപ്പം വിഷമത്തിലിരിക്കുകയാണ്. അയ്യോ ഇനി എപ്പോഴാണ് കാണുക എന്നൊക്കെ. ഇനി കാണുമോ നമ്മൾ? എന്താ രേശം പറഞ്ഞ മാതിരി നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. അതൊക്കെ ഉണ്ട്. ദുഃഖം തന്നെ. കുറേ ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നത് പറ്റത്തില്ല ആലോചിക്കുമ്പോൾ. ഊർജം, അത് വ്യക്തിപരമായ ഊർജം യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യബോധത്തിൻ്റെ ഒരു അടയാളമാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് നേടണം എന്ന് നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനുള്ള ഊർജം താനേ വരും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്നതെന്തും നമ്മൾ പൂർത്തിയാക്കണം എന്നുള്ള ഒരു വാശി നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ
അത് വാശിയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത് പൂർത്തിയാക്കാനുള്ള ഊർജം താനേ വരും. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്.